എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഞങ്ങളുടെ 2015 സിനിമ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് കൊച്ചി വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 8 to 10 years ഒരു ഇതുണ്ടല്ലോ, ട്രൈങ് എന്നുള്ള ഒരു ട്രൈ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് പ്ലസ് നമ്മൾ 2-3 years ഇൻവെസ്റ്റ് ചെയ്ത് എഴുതി മേക്ക് ചെയ്തെടുത്തൊരു സിനിമ 14-ാം തീയതി പ്രേക്ഷകരിലേക്ക് എത്തുന്നു. അപ്പം നമ്മൾ സിനിമ ചെയ്യാനുള്ള യാത്രയിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. ആ പഠിച്ച കാര്യങ്ങൾ ദാവീദിൽ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പം അത് ജനങ്ങൾ കണ്ടിട്ട് അവരവരുടെ ഫീഡ്ബാക്ക്സ് പറയുമ്പോഴാണ് ഇനി പുതിയത് എന്ത് പഠിക്കണം എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ അവരുടെ റിവ്യൂസ് കേൾക്കാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഞങ്ങൾ ചെയ്തു വെച്ച വർക്ക് നമ്മൾ 11-ാം തീയതിയോടെ ഫൈനൽ ഔട്ട് അടിക്കും. അപ്പോൾ ഫൈനൽ ഔട്ട് അടിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ വർക്ക്സ് അവസാനിച്ചു. 14-ാം തീയതി തൊട്ട് പ്രേക്ഷകൻ്റെയാണ് സിനിമ. അവിടെ തൊട്ട് പ്രേക്ഷകൻ പറയുന്നത് കേൾക്കാൻ ആണുള്ള എക്സൈറ്റ്മെൻറ്റ്. ഇപ്പോൾ എത്രത്തോളം റിയലിസ്റ്റിക് ആണ് പടം? ഒരു സ്റ്റോറി ബേസ് ആകുമ്പോഴത്തേനും റിയൽ ആണ് പടം. ഓരോ കഥാപാത്രങ്ങളും റിയലായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, റിയലിസം എന്ന് പറയുന്നതല്ല, അത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട സ്ലൈറ്റർ എക്സാജറേഷൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊരു ടെക്നിക്കാണ് യൂസ് ചെയ്തത്. എത്രത്തോളം കണക്റ്റ് ആകുമെന്ന് അറിയില്ല. കാരണം നമ്മളൊരു കഥ പറയുമ്പോൾ, ഒരു ബോക്സിംഗ് കഥ പറയുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കണം എന്ന് തോന്നിയിട്ടാണ് റിയൽ ക്യാരക്ടേഴ്സിനെ ഇൻസ്പയർ ചെയ്തത്. ഈ ദാവീദിനെ കുറിച്ചുള്ള ഫസ്റ്റ് തോട്ട് വിൽ ഡു ഒരു ബോക്സിംഗ് സിനിമ മലയാളത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തോട്ട്. അങ്ങനെ ആ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വായിക്കുന്നതിനിടയിലാണ് കേരളത്തിൽ പൂളാടിക്കുന്നെന്ന് പറയുന്ന ഒരു ബോക്സിംഗ് ഗ്രാമമുണ്ട്. അവിടെ രാഘവൻ എന്ന് പറയുന്ന ഒരു ആശാനുണ്ട്, ബോക്സിംഗ് ആശാനുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ പിടിച്ചൊരു ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടൻ ബോക്സിംഗ് പടം, അതാണ് അതിൻ്റെ ഒരു മൂഡ്. പിന്നെ പെപ്പയെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം തന്നെ ഓൾറെഡി പെപ്പ കുറേ ഇടിപ്പടങ്ങൾ ചെയ്തിട്ട് നിലവിൽ നിൽക്കുന്നുണ്ട്. പെപ്പ ഇടിയെന്നുണ്ടായി ഇന്റലിഡി എന്ന് പറയുന്നത്, പക്ഷെ ഇതിൽ പ്രൊഫഷണലായിട്ട് കാണിക്കുന്നു. അപ്പോൾ വീണ്ടും പെപ്പയെ ഇടി എന്ന് പറയുമ്പോൾ പെപ്പയൊക്കെ തന്നെ കലരാനുള്ള കാരണം ശരിക്കും ആദ്യം കഥയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞപ്പോൾ തിരക്കഥ എഴുതി കഴിഞ്ഞപ്പോൾ പ്രൊഡക്ഷനിൽ പിച്ച് ചെയ്തു. കാരണം ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ക്രിയേറ്റീവ് പ്രോഡക്റ്റ് ഉണ്ട്. സിനിമയ്ക്ക് ക്രിയേറ്റിവിറ്റി മീറ്റ്സ് ക്യാപിറ്റൽ, അപ്പോഴാണ് സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ വന്നു. സ്ക്രിപ്റ്റ് റീഡിങ് കഴിഞ്ഞപ്പോൾ ഷിബു ബേബി ജോൺ, അച്ചു ബേബി ജോൺ, സെഞ്ചുറി കൊച്ചുമോൻ സാർ, ഇവർ 3 പേരുമാണ് ആദ്യം പെപ്പയുടെ പേര് പറയുന്നത്. അപ്പോൾ പെപ്പ ഉണ്ടെങ്കിൽ പടം ഓക്കെ ആയിരുന്നു. അങ്ങനെ പെപ്പേൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞു തീർന്നപ്പോൾ ആൾക്ക് കഥ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ അടുത്തിടയ്ക്ക് പെപ്പയോട് ചോദിച്ചിരുന്നു, എന്തായിരുന്നു ദാവീദിൽ ആകർഷിച്ചത്? അതിൻ്റെ ആക്ഷൻ പാർട്ടാണോ അതിൻ്റെ ഫാമിലി ഇമോഷണൽ പാർട്ടാണോ എന്ന്. അപ്പോൾ പെപ്പ വളരെ ഇതായിട്ട് പറഞ്ഞു, പെപ്പ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ദാവീദിലുണ്ട്. അപ്പോൾ ആക്ഷൻ പെപ്പ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ആക്ഷൻ ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഒരു ആക്ടർ പെപ്പേനെ റീഡിഫൈൻ ചെയ്ത് തരാനായിട്ടാണ് ഞാൻ എക്സൈറ്റ് ചെയ്യുന്നത്. കാരണം പെപ്പ ആക്ഷനിലുപരി അതിലെ ഇമോഷണൽ സീൻസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. 8 വയസ്സുള്ളൊരു കുട്ടിയുടെ അച്ഛനായിട്ടാണ് പെപ്പ അഭിനയിക്കുന്നത്. അപ്പം ആ കുട്ടിയായിട്ടുള്ള ഇമോഷണൽ സീൻസൊക്കെ പെപ്പ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയായിട്ടുള്ള തമാശ സീൻസൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത് പെപ്പേൻ്റെ ആ ഒരു പെപ്പ എന്ന പെർഫോമറിനെ കുറിച്ച് പ്രേക്ഷകൻ പറയുന്നതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ആക്ഷൻ പെപ്പ ചെയ്യും, അത് ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്. പെപ്പൻ്റെ പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ആർട്ടിക്സിൽ വരാണെങ്കിലും ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രൊഫഷണൽ ഫൈറ്റർ എന്നുള്ള നിലയിൽ പെപ്പ ഒരു സിനിമയിൽ വരുന്നത്. അത് എത്രത്തോളം ഉണ്ടായിരുന്നു സിനിമയുടെ പിന്നാമ്പുറത്ത്? പെപ്പ പഠിച്ചു. കാരണം കഥ പറയുന്ന സമയത്ത് തന്നെ പെപ്പ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു, ഞാൻ പഠിച്ച് തന്നെ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ബോക്സിംഗ് ആണ്. അപ്പോൾ ബോക്സിംഗ് അറിയാവുന്നവർക്ക് കാണുമ്പോൾ അത് നന്നായെന്ന് തോന്നണം. കാരണം പഞ്ചസിനൊക്കെ ഒരു 100% ഓതൻറ്റിസിറ്റി ഒന്നും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷേ ഒരു അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശതമാനം ഓതൻറ്റിസിറ്റി കൊണ്ടുവരണമെന്ന് പെപ്പ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ പെപ്പ ഒരു ഞാൻ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത് ഒക്ടോബറിലാണ്. പെപ്പ മെയ് 1-ാം തീയതി തൊട്ട് തുടങ്ങി. ദുബായിലുള്ള ജിതിൻ ചേട്ടൻ, ആൾ നാഷണൽ ചാമ്പ്യനൊക്കെയാണ്, നാഷണൽ മെഡൽ വിന്നറൊക്കെയാണ്. അദ്ദേഹമാണ് പെപ്പേനെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. അദ്ദേഹം പെപ്പേനെ ദുബായിലേക്ക് പോയി അവിടെയും ട്രെയിൻ ചെയ്തു. അദ്ദേഹം കേരളത്തിലേക്ക് വന്നും ട്രെയിൻ ചെയ്തു. അദ്ദേഹം ടിൻസൺ, നൗഫർ ഖാൻ, ഇവരൊക്കെ എല്ലാവരും ബോക്സേഴ്സാണ്. അപ്പോൾ ഇവരാണ് നമ്മുടെ ഈ സിനിമ മേക്ക് ചെയ്യാൻ, ബോക്സിങ്ങിനെ ഓതൻറ്റിക് ടു ദ കോർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത്. പിന്നെ അച്ചടക്കമുള്ളൊരു ഫൈറ്റ് ആവട്ടെ എന്ന് നമ്മളും കരുതി. ഈ
ആവശ്യം. പെപ്പയ്ക്ക് എത്ര ക്യാരക്ടർ എലമെന്റ്സ് തന്നെ എത്ര ഗെറ്റപ്പ് ചേഞ്ച് വരുന്നു? നമ്മൾ ആ പടത്തിന്റെ ഒരു രസം കൊല്ലണോ? രസമല്ലേ അതൊക്കെ തിയേറ്ററിൽ. 2-3 പോസ്റ്റേഴ്സ് റിവീൽ ആയിട്ട് അതെ അതെ അതെ. അപ്പോൾ ഓക്കെ, എത്രയുണ്ട് എന്ന് നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഇല്ലേ? അതല്ലേ അടിപൊളി. തിയേറ്ററിൽ കാണാം 14-ന് ഉറപ്പായിട്ടും അതറിയുമല്ലോ. ഫിസിക്കലി പെപ്പ ഇപ്പം ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം പെപ്പേൻ്റെ ലാസ്റ്റ് പടം നോക്കിയാലും ആ ഒരു ചബ്ബി ഫേസിൽ നിന്ന് മാറിയിട്ട് പെപ്പ ഭയങ്കര ഫിറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതിപ്പം എത്രത്തോളം നിങ്ങൾ ആ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടാണോ പടം ഷൂട്ട് ചെയ്തയോ? ആ പടത്തിന്റെ ക്ലൈമാക്സിന്റെ കൊറിയോഗ്രാഫി എഴുതിയിരിക്കുന്നത് ഹാർഡ് ഹിറ്റർ വേഴ്സസ് സ്പീഡുള്ളൊരു ബോക്സർ. അപ്പോൾ സ്പീഡ് വേണമെങ്കിൽ ശാരീരികമായിട്ട് ഭയങ്കര മൂവ്മെൻറ്റ്സ് വേണം. അപ്പോൾ അതിന് അനുസരിച്ച് പുള്ളി ബോഡി ട്രാൻസ്ഫോം ചെയ്ത് വന്നു. അപ്പോൾ ആ ഫൈറ്റ് കണ്ടിട്ട് ഫൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ റഫറിയായിട്ട് അഭിനയിച്ചത് ഒരു ഒറിജിനൽ റഫറിയും നാഷണൽ കോച്ചുമാണ്. അപ്പോൾ ആള് അതിൻ്റെ എഡിറ്റ് കണ്ടിട്ട് പറഞ്ഞിരുന്നു ഒരു ഹാർഡ് ഹിറ്റർ വേഴ്സസ് സ്പീഡുള്ളൊരു ബോക്സറാണെന്ന്. അപ്പോൾ പെപ്പ എടുത്ത എഫേർട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. പെപ്പയുടെ ഈ കഥ പറഞ്ഞപ്പം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പെപ്പയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ശരിക്കും റിയാക്ഷൻ കാണാൻ പറ്റില്ല. കഥ പറഞ്ഞ് പറഞ്ഞ് കൈ കൊടുത്തപ്പോൾ കാരവാനി കറണ്ട് പോയി. പിന്നെ റിയാക്ഷൻ കാണാൻ പറ്റിയില്ല. അപ്പോൾ പെപ്പേൻ്റെ അടുത്ത് ചോദിച്ചു ബ്രോയ്ക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിശ്വാസമില്ല, പക്ഷേ ഇപ്പോൾ എന്തായാലും വിശ്വാസമില്ല. കാരണം ഞങ്ങൾ കഥ പറഞ്ഞ് കൈ കൊടുത്തപ്പോൾ കറണ്ട് പോയി. അങ്ങനെ ഒരു ബാഡ് ഒമനിയിൽ നിന്ന് തുടങ്ങിയിട്ടും ഞങ്ങളുടെ പടം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും ഏത് നാടിൻ്റെ കഥയാണ് ഈ പടം? അതായത് സബർബൻ ഓഫ് കൊച്ചി എന്നാണ് നമ്മൾ പറയുന്നത്. അത് ഇപ്പം പടം മേക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടായിരുന്നു ഒരു ഐഡിയ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെന്നൈയിലുള്ള ഒരാൾ കണ്ടാൽ അവൻ്റെ നെയ്ബർഹുഡിൽ നടന്നുകൊണ്ട് തോന്നണം. അപ്പം അതിനൊരു ആ പറഞ്ഞ വിഷയത്തിനാണ്. പക്ഷെ പൂളാടിക്കുന്ന് എന്ന് പറയുന്നൊരു സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട്, ബോക്സിംഗ് ഗ്രാമം. കാരണം അത് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ആൻഡ് കൊച്ചിയായിട്ടാണ് നമ്മൾ കഥയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എങ്കിലും കാണുന്ന ഏതൊരാൾക്കും അത് അവൻ്റെ സബർബനിൽ നടന്നതായിട്ട് തോന്നണം എന്നുണ്ട്. ഓക്കെ.